അമ്പലത്തിലേക്ക് പോവാണ്. ഇതായിരിക്കും ഒരു പുതിയ വീഡിയോ. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ പഴനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കാറിലാണ്. ഇനി ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഴനിക്ക് 4 മണിക്കൂറും 52 മിനിറ്റും ഉണ്ട്. 197 കിലോമീറ്റർ എടുക്കും. ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലത്തെ കുമ്പിടി എന്നുള്ളൊരു കുഞ്ഞു ഗ്രാമം. ഞങ്ങളിപ്പോൾ പട്ടാമ്പി ഭാരതപ്പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പുഴയാണ് ഗൈസ്. ഞങ്ങൾ ഇനി ഈ പുഴയുടെ തീരത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഒരു പേരുകേട്ട ക്ഷേത്രമാണത്. ഇവിടുത്തെ ആൾക്കാർ അതിനെ പട്ടാമ്പി ഗുരുവായൂർ എന്നൊക്കെ വിളിക്കും. ഈ പുഴയുടെ തീരത്ത് തന്നെ നിൽക്കേണ്ടത്. നിങ്ങൾ ഇപ്പം കാണുന്നത് ആ ക്ഷേത്രമാണ്. നല്ല രസമുള്ള ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ പട്ടാമ്പി കഴിഞ്ഞു പാലക്കാട് റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആരാ ഉള്ളതെന്നൊക്കെ അറിയണ്ടേ? എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, പിന്നെ പാറുക്കുട്ടി, അമ്മമ്മ, മുത്തശ്ശൻ, അച്ചമ്മ, അച്ചച്ചൻ, ഡ്രൈവർ അങ്കിള്, പിന്നെ ഞാൻ. ഞങ്ങളിപ്പോൾ ഒരു ടൗൺ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൗണിൻ്റെ പേര് വാണിയംകുളം എന്നാണ്. ഇവിടെ പണ്ടൊക്കെ ചന്ത, മാർക്കറ്റ്, ഒരു പോപ്പുലറായിട്ടുള്ള ചന്ത ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ അമ്മമ്മയും അച്ഛമ്മയും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്ര. ആ കഥയൊക്കെ കേട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം ഒരു 12 o'clock കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഒരു ഗൂഗിളിലൊക്കെ തപ്പി പിടിച്ചിട്ടൊരു നല്ലൊരു ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ പാർക്കിങ്ങൊക്കെ അടിപൊളി പാർക്കിങ്ങാണ്. ഞങ്ങളിപ്പോൾ ഹോട്ടലിനുള്ളിൽ കയറി. ഇന്നെൻ്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ആയിട്ടാ. എല്ലാവരും വിഷ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ പാലക്കാട് കിടന്നു തമിഴ്നാട് കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പൊള്ളാച്ചി ടൗണിൽ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച് കേരളത്തിൽ മാത്രമേ മഴ ഉണ്ടാവുള്ളൂ എന്ന്. തമിഴ്നാട്ടിൽ ഈ സമയത്തൊന്നും മഴ ഉണ്ടാവാറില്ല. ബട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലും മഴയാണ്. നല്ല മഴയായിരുന്നു. പെരുമഴ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പൊള്ളാച്ചി ടൗണിലേക്ക് പെട്ടു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലത്തെ കുറേ തെങ്ങും തോപ്പുകളാണ്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിലേക്ക് ഒരു വിൻഡ് മില്ല് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ വിൻഡ് മിൽസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ കുറേ വിൻമില്ല് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിൻമില്ലിൻ്റെ ക്ലോസപ്പ് വിഷ്വൽ കിട്ടി. അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയുകൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ലുക്കല്ലേ ഗൈസ്? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സർപ്രൈസിനുള്ളൊരു വിഷ്വൽ കിട്ടിയത്. നല്ല അടിപൊളി വിഷയമായിരുന്നു. ഒരു മലനിരകളുടെ ഉള്ളില് മറ്റേ മേഘം മൂടി കിടക്കുന്ന ആ ഒരു ഫീല്, ആ ഒരു
കിട്ടിയ ആ വിഷ്വലിൻ്റെ ഒരു ഫീല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര ഫീലൊന്നും ആയിരുന്നില്ല ഗൈസ്. ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങളത് കാണുമ്പോൾ കിട്ടുന്ന ഫീലൊന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അച്ഛൻ ബഗ്ഗി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൂവുകളും തെങ്ങും തോപ്പുകളൊക്കെ കുറേ കാണുന്നുണ്ട് പോണേൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ ഇടുത്തയിലുള്ള ഏറ്റവും അടിപൊളി വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മെയിൻലി ഈ ഒരു മലകളുടെ ആ ഒരു ഇളക്കല്ല എന്താ പറയുക, ആ ഒരു മേഘങ്ങളൊക്കെ മൂടി കിടന്ന് കിട്ടുന്ന ഒരു ഫീലൊക്കെ ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെയിൻലി ഇതുപോലെയുള്ള മലകളും ഇതുപോലെയുള്ള വിഷ്വൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണല്ലോ ഇങ്ങനെ ഉള്ള വിഷ്വൽസൊക്കെ. അങ്ങനെ ഗായ്സ് ഞങ്ങളൊരു 4:30 ഒക്കെ ആകുമ്പോഴേക്കും പഴനിമല എത്തി. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മളൊന്ന് തൊഴാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച കണ്ടതാണ്. വയസ്സായവർക്കും എല്ലാവർക്കും കൂടിയിട്ട്. പിന്നെ വയസ്സായവർക്ക് നടക്കാനൊക്കെ ഭയങ്കര പണിയാവും. അപ്പോൾ അതിനു വേണ്ടി ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കുറച്ച് ഇലക്ട്രിക് ബസ്സുകളും പിന്നെ ബഗ്ഗീസൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. വയസ്സായവർക്കും നമ്മൾക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ വണ്ടിക്ക് കാശൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഏത് ഡെസ്റ്റിനേഷൻ നമുക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുവന്നു തരും. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു ഇലക്ട്രിക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ മാത്രമല്ല ഒരു ഇലക്ട്രിക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ബഗ്ഗിയിലും കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കംഫർട്ടായിരുന്നു ഗൈസ്. പിന്നെ ബാക്കിയുള്ള ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോണ് ഉള്ളിലേക്കൊന്നും അലൗഡഡ് അല്ല. പിന്നെ വയസ്സായ ആൾക്കാർക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേ വേസൊക്കെ ഉണ്ട്. 2 വേസ് ഉണ്ട്, വിഞ്ച് ട്രെയിൻ ഉണ്ട്, പിന്നെ കേബിൾ കാറും ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങളെടുത്തത് വിഞ്ച് ട്രെയിനാണ്. അതിന് മേലേക്ക് പോകാൻ ചാർജ് ചെയ്യുന്നത് 50ഉം പിന്നെ താഴത്തേക്ക് വരാൻ ചാർജ് ചെയ്യുന്നത് 30ഉമാണ്. എനിക്ക് മെയിൻലി തോന്നുന്നത് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഗവൺമെൻറ് ചെയ്തത് വയസ്സായ ആൾക്കാർക്ക്. കേബിൾ കാറും സെയിം വില തന്നെയാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സർവീസ് തന്നെയാണിത്. പിന്നെ ഈ ട്രെയിനും കേബിൾ കാറും ബഗ്ഗീസൊക്കെ രാത്രി 10 o'clock വരെ സർവീസ് ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. പിന്നെ കുറച്ച് സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, ഞങ്ങൾ തിരുത്തി തരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. See you.